ദൈവവചനം 5 രീതിയിലാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. ആദ്യമേ നാം വായിച്ചു കേട്ട്, ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. അത് പ്രാണൻ, ആത്മാവ്, സന്ധി മജ്ജകൾ, ഹൃദയത്തിലെ ചിന്തകൾ, ഭാവങ്ങൾ ഇതിനെയൊക്കെ വിടുവിക്കുന്ന, സ്പർശിക്കുന്ന, മാറ്റം വരുത്തുന്ന, രൂപം മാറ്റം വരുത്തുന്ന, പണിയുന്ന, പൊളിക്കേണ്ടത് പൊളിക്കുന്നതാണ് ദൈവവചനം. അപ്പോൾ തന്നെ 5 രീതിയിലുള്ള സ്വാധീനതയാണ്, ഇൻഫ്ലുവൻസ് ആണ് ദൈവവചന കേൾവി നമ്മളിൽ ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇന്നും ഉണ്ടാക്കും. 5 രീതിയിലാണ്. സ്തോത്രമല്ലേ. ഒന്ന്, ഇറ്റ് മേക്സ് യു സാഡ്, നമ്മളെ ദുഃഖം വരുത്തും. ഇത് അനുതാപത്തിൻ്റെ ദുഃഖമല്ല, അനുസരിക്കാൻ പറ്റാത്തതിൻ്റെ ദുഃഖമാണ്. വായിച്ചാട്ടെ, ലൂക്കോസിന്റെ സുവിശേഷം 18-23 വാക്യം. ലൂക്കോസ് 18. അവൻ എത്രയും ധനവാനാകൊണ്ട് ഇത് കേട്ടിട്ട് അതിദുഃഖിതനായി തീർന്നു. ഒന്ന്, വചന നിമിത്തം നമുക്ക് ദുഃഖം വരും. മനസ്സിന് ഭയങ്കര പ്രയാസം. കേട്ടുപോയല്ലോ, വരണ്ട, ഇന്ന് സമാജത്തിന് പോകേണ്ട ഒരു കാര്യം, വെറുതെ ജോലിയുടെ ഇടയ്ക്ക് ഓടി പോയിട്ട് പ്രസംഗം കേൾക്കാൻ പോയി, ഉള്ള സന്തോഷം അങ്ങ് പോയി. യേശുവിൻ്റെ അടുക്കിലേക്ക് ധനാട്ടിനായ ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. യൗവനക്കാരനാണ്, ന്യായപ്രമാണമൊക്കെ നന്നായി അരച്ച് കലക്കി കുടിച്ച് സമ്പർക്കൊട്ടുന്നല്ല, നല്ലപോലെ പ്രമാണിക്കുന്നവനാണ്. പ്രസംഗം കേൾക്കും മാത്രമല്ല, പ്രമാണിക്കും ചെയ്യും. പുള്ളി വന്നിട്ട് പറഞ്ഞു, യേശു ഗുരു നിത്യജീവനെ പ്രാപിക്കാൻ വേണ്ടി എന്തോ ചെയ്യണം, എന്തോ ഒരു ചോദ്യം ചോദിച്ചു. നമ്മളാരും ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ചോദ്യം ഇടയ്ക്ക്. ആര് ചോദിച്ചിട്ടുണ്ട്? ടിക്കറ്റിന് എന്താ വിലയുണ്ട്, നാട്ടിലിപ്പോൾ പോകാൻ പറ്റും, ഇതൊക്കെ നമ്മൾ ചോദിക്കുന്നത്. പക്ഷേ ഇവൻ ചോദിക്കുകയാണ് നിത്യജീവനെ പ്രാപിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം. യേശു അവനെ കണ്ടിട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു, കൊള്ളാലോടെ ചെറുക്കാനാണെങ്കിൽ ഇവൻ എന്താ ചോദിക്കുന്നത്? സ്വർഗ്ഗരാജ്യത്തെക്കുറിച്ച്. അപ്പോൾ യേശു തിരിഞ്ഞു പറഞ്ഞു, നീ കൽപ്പനയൊക്കെ പ്രമാണിക്കണോ? എൻ്റെ കർത്താവ്, അതൊക്കെ ബാല്യം മുതൽ കുലജീവിതത്തിൽ, വ്യഭിചാരം ജീവിതത്തിൽ, മോട്ടുകത്തിൽ, കള്ളസാക്ഷ്യം പറത്തിൽ, അപ്പനെ അമ്മയൊക്കെ ബഹുമാനിക്കും, ഇതൊക്കെ കറക്റ്റായിട്ട് ഞാൻ എന്ത് ചെയ്തനാ ചെയ്യുന്നവനാ. യേശു അവനെ നോക്കിയിട്ട് സ്നേഹിച്ചെന്നാണ് പറയുന്നത്. കാരണം മർക്കോസ് പറയുന്നത് സ്നേഹിച്ചെന്നാ. ഇവൻ ഇതൊക്കെ എന്ത് ചെയ്യുന്നവനാ? നമ്മളെ നോക്കിയാലോ, അപ്പനെ അമ്മയെ സ്നേഹിക്കുന്ന എത്ര പേരുണ്ട്? കർത്താവ് നോക്കാൻ അവസരം കൊടുക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കൊക്കെ ഇങ്ങനെയൊക്കെ പറയാം. ഹല്ലേലൂയ. അപ്പനെ അമ്മയെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, കുലചേരത്തെ വിശദീകരിക്കാൻ സമയമില്ല, അതവിടെ നിൽക്കട്ടെ. സ്നേഹിച്ചിട്ട് പറഞ്ഞു, നിനക്ക് എന്തോ ഉണ്ട്, ഒരു കുറവുണ്ട്, ഞാനിവിടെ ചെയ്തതിൻ്റെ കണക്ക് അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുക ലിസ്റ്റ്. അപ്പോൾ യേശു പറയാം, എന്തോ ഉണ്ട്? ദൈവമക്കളെ, ദൈവസ്നേഹത്തിൻ്റെ മുമ്പാകെ ചെയ്തതല്ല ചെയ്യാനുള്ളതാ വിഷയം. എന്തൊക്കെ ചെയ്തു എന്നല്ല, എന്തൊക്കെ കർത്താവിനോട് വലിച്ചെറിയാമെന്ന്. ഇന്ന് രാത്രി വിശുദ്ധിയും വേർപാടും എന്ന് പറയുന്നത് ചെയ്തു കൂട്ടിയതിൻ്റെ കണക്കല്ല, ദൈവം ആവശ്യപ്പെടുന്നത് ഇനി എന്തൊക്കെ എൻ്റെ ജീവിതത്തിൽ വലിച്ചെറിയാനുണ്ടെന്ന്. മരണക്കിടക്കയിലും അവസാനം പൗലോസിന് വലിച്ചെറിയാനുണ്ടായിരുന്നു. ശ്വാസം പോകാൻ പോകുക. പൗലോസിനറിയാം, നീറോയുടെ വാള് അല്ലെങ്കിൽ റോമിലെ കാരാഗ്രഹത്തിൽ അരം കൊണ്ട് രാഗി മിനുക്കി മുറുക്കിയിട്ട് ആ 6 അടി നീളവും അല്ലെങ്കിൽ 4.5 അടി വീതിയുമുള്ള കൊച്ചു ക്യൂബിക്കിളിനകത്ത് കിടന്നുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ ഇപ്പോൾ തന്നെ പാനീയാഗമായി ഒഴുക്കപ്പെട്ടിരിക്കുന്നു, എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു, ഞാൻ പൊരുതിയത് നല്ല പോരാ, നിങ്ങളുടെ കൂട്ടല്ല, വിശദീകരിക്കുന്നില്ല, ഓട്ടം തികച്ച് വിശ്വാസം കാത്തു വെക്കാൻ പോകുന്ന കിരീടം വരെ ആർക്കറിയായിരുന്നു? നമുക്ക് പോകുന്നില്ല, അറിയത്തില്ലല്ലോ. പൗലോസിനറിയാം അവിടെ ചെല്ലുമ്പോൾ തലേ വെക്കാൻ പോകുന്ന കിരീടം ഏതാണെന്ന്. എന്തോ കൺഫർമേഷൻ ആയിരുന്നു. അന്നേരം അറിഞ്ഞത് ഇനിയും തീർക്കാത്ത പ്രശ്നമുണ്ട് എൻ്റെ ജീവിതത്തിൽ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മർക്കോസിനെ കൂടെ കൊണ്ടുവരാൻ ഓർത്തുകൊള്ളുക. തിക്കിക്കോസിന്റെ കൈ കത്തെഴുതി കൊടുത്ത് വിടുക. വെക്കാൻ പോകുന്ന തങ്ക കിരീടത്തിന്റെ നിറവും നീളവും വീതിയും അറിയാവുന്നവൻ പറയുക, എൻ്റെ മരണ അവസാന ശ്വാസത്തിന് മുമ്പ് മർക്കോസിനെ കൂടെ മടക്കി കൊണ്ടുവരിക. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഓർത്തുകൊള്ളണം, ഇന്ന് രാത്രിയിലും തീരാത്ത പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇവിടെ പരിഹാരമായി മാറണം. ആവേശത്തോടെ കൈയടിക്കുന്ന, ആവേശത്തോടെ കൈ ഉയർത്തുന്ന, അന്യഭാഷ ചറപറ പറയുന്ന, പ്രസംഗം നിർത്താതെ പ്രസംഗിക്കുന്ന എന്നോടും നിങ്ങളോടും ആത്മാവിൽ ദൂത് പറയുന്നു, ആരോടെങ്കിലും വിരോധം വിദ്വേഷമുണ്ടെങ്കിൽ കാലിൽ മരണക്കിടക്കിയുടെ നീളം അറിയാത്തത് കൊണ്ടും നാഴി അറിയാത്തത് കൊണ്ടും ഇന്ന് രാത്രി മടക്കി കൊണ്ടുവരേണ്ടതെല്ലാം മടക്കി കൊണ്ടുവരണം. നിരക്കേണ്ടത് നിരക്കണം, അല്ല ക്രമീകരിക്കേണ്ടത് ക്രമീകരിക്കണം, വിട്ടുമാറേണ്ടത് വിട്ടുമാറണം, ചേർക്കേണ്ടത് ചേർക്കണം. ഹല്ലേലൂയ. അതൊക്കെ ആയിരിക്കട്ടെ നമ്മുടെ ഈ ദിവസത്തിലെ ആത്മീയ ശുശ്രൂഷകൾ കൊണ്ടുണ്ടാകുന്ന പ്രതിഫലനങ്ങൾ. ഇവിടെ പറയുകയാണ്, നീ നിനക്കുള്ളതെല്ലാം വിറ്റെന്ത് ചെയ്യണം? ദരിദ്രർക്ക് കൊടുക്കണം. പുള്ളി ആകെ പേടിച്ചു പോയി. കാരണം ഇത്രയും നാളും വാരിക്കൂട്ടിയത് നേടിയതൊക്കെ ഒറ്റ രാത്രി കൊണ്ട് കച്ചവടമാക്കണം എന്ന് പറഞ്ഞപ്പം പുള്ളി കേട്ടിട്ട് വന്ന വഴി ഒറ്റപ്പോക്ക്. അതാ വായിച്ചത്, വചന കേൾവി അവനെ എന്താക്കി മാറ്റി? മേക്ക് ഹിം സാഡ്, അവനെ ദുഃഖിതനാക്കി മാറ്റി. പലപ്പോഴും ദൈവമക്കൾ സഹായം കഴിഞ്ഞ് പോകുമ്പോൾ മുഖം വീർപ്പിച്ചാൽ പോകുന്നത്. നമ്മൾ ഓർക്കും, അല്ലെങ്കിൽ നമ്മളോട് വേണമെങ്കിൽ നല്ല കേട്ട പ്രസംഗം അനുസരിക്കാൻ പറ്റാത്തതുണ്ട്. ആരെങ്കിലും നിങ്ങളെ കാണാതെ മിണ്ടാതെ പോയി ഓർത്തോണം, ഇന്നത്തെ പ്രസംഗം പുള്ളിക്കങ്ങ് ഏറ്റെന്ന്. നിങ്ങൾ ഓർക്കണം, എന്നാലും അവൻ എന്നെ ഒന്ന് കണ്ടിട്ട് എന്ത് ചെയ്തില്ല, മിണ്ടിയില്ല. ഇന്നോട്ട് ആ പ്രശ്നം തീർന്നല്ലോ. അപ്പം വചന കേൾവി. അപ്പം എന്താണ്? അപ്പം യേശു എന്നിട്ട് താഴോട്ട് വിശദീകരിച്ചു, എന്താ ഈ കാരണം, പ്രമാണം കേട്ടോണം. അപ്പം ശിഷ്യന്മാർ പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ആർക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും? അപ്പാർട്ട്മെൻറ്റും വില്ലായും വീടും കാറും ഒക്കെ ഉള്ള അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. നിങ്ങളുടെ വീട് വിൽക്കുന്ന കാര്യമല്ലേ പറഞ്ഞു വരുന്നത്. നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചുരുങ്ങുന്ന കാര്യമാണ്. അപ്പോൾ യേശു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ശിഷ്യന്മാർ പറഞ്ഞു, ധനവാന്മാർക്ക് എവിടെ പോകാൻ പറ്റത്തില്ല? സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. അപ്പോൾ യേശു ഒരു ഉപമ പറഞ്ഞു, താഴെ കൊണ്ട് വായിക്കാൻ സമയമില്ല. അതിനെക്കാട്ടി എളുപ്പം ഒട്ടകത്തിന് എന്തിനകത്തൂടെ പോകുന്ന
അപ്പം നിങ്ങൾക്ക് ഇനി എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പോൾ യേശു ഒരു നിങ്ങളെല്ലാവരും സൂചി കണ്ടിട്ടുള്ളവർ അവിടെ എല്ലാവരും എന്താ കണ്ടിട്ടുണ്ട്? ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ അന്ന് തയ്യലൊക്കെ പഠിപ്പിക്കുമായിരുന്നു. നിങ്ങളൊക്കെ പഠിച്ചോളൂ. പട്ടണമൊക്കെ ഇപ്പം ഇന്ന് നമുക്ക് എൻ്റെ ആവശ്യമില്ലല്ലോ. ഒരു വസ്ത്രം പോരാങ്കിൽ എന്ത് ചെയ്യണം? അടുത്ത വസ്ത്രം മാറി കിട്ടൂല. അന്ന് ഇതില്ലല്ലോ. എത്രയോ യൂണിഫോമൊക്കെ 5-6 വർഷമൊക്കെ ഒരു വസ്ത്രം ഇട്ടുകൊണ്ട് പോയവരിപ്പുണ്ട്. ഞാൻ പോയിട്ടുണ്ടെന്ന് അഭിമാനത്തോടെ പറയുന്നത്. സ്തോത്രമല്ലേ. ദൈവത്തിൻ്റെ പദ്ധതികളൊക്കെ ഓർത്ത് സ്തോത്രം ചെയ്യും. ഓക്കെ, അപ്പോൾ പറയുകയാണ് ഈ സൂചിയുടെ ഐ ഓഫ് ദ നീഡിൽ എന്ന് പറയുന്ന ആ സൂചിയുടെ കുഴ. ഒട്ടകം വന്ന് പറഞ്ഞു എനിക്ക് എവിടെ പോകണം? ഇതിനകത്തൂടെ പോകണമെന്ന്. അപ്പം സൂചി പറഞ്ഞു പറ്റത്തില്ല, നിൻ്റെ സൈസല്ല എൻ്റെ സൈസ്. അതുകൊണ്ട് നിനക്ക് അകത്ത് പോകണം എന്നുണ്ടെങ്കിൽ നീ എൻ്റെ സൈസിലേക്ക് ചുരുങ്ങണം. അതാ സ്വർഗരാജ്യത്തിൻ്റെ വഴി എന്ന് പറയുന്നത്. യേശു പറഞ്ഞു സ്വർഗരാജ്യത്തിൻ്റെ വഴി ഇടുക്കം, ഞെരുക്കം, ചുരുക്കം. ഇതാ അത്ര ദൈവമക്കളെ. അപ്പം പക്ഷേ നമ്മളെന്ത് ചെയ്തു? സഭയും സംഘടനയൊക്കെ അല്ലേ ഒട്ടകത്തെ പണക്കാൻ പറ്റുമോ? ഈ ഒട്ടകത്തെ പണക്കിയ പ്രശ്നമായില്ലേ? അതുകൊണ്ട് ഞങ്ങൾ സൂചിയുടെ കുഴ അങ്ങ് വലുതാക്കി, ഒട്ടകത്തിന് കയറിപ്പോകാവുന്ന രീതിയിൽ. അതൊന്ന് ആലോചിച്ച് നോക്കി. ഇന്നത്തെ പല പ്രശ്നങ്ങളും ആത്മമണ്ഡലത്തിൽ ഉണ്ടാകുന്ന അധപ്പതനത്തിന്റെ കാരണം ഒട്ടകത്തിന് പോകാൻ പറ്റിയ സൂചി. ദൈവമക്കളെ, സ്വർഗം ആഗ്രഹിക്കുന്നത് സ്വർഗരാജ്യത്തിന്റെ വഴിയിലേക്ക് ഞാൻ ചുരുങ്ങണം, ദൈവം വെച്ചിരിക്കുന്ന പ്രമാണത്തിലേക്ക്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ദൈവം ആഗ്രഹിക്കുന്ന വചനത്തിന്റെ വിശാലതയിലേക്ക്, വചനത്തിന്റെ പ്രമാണയിലേക്ക് എൻ്റെ അളവും എൻ്റെ അതിരും കൊണ്ടുവരുന്നതാ നിത്യതയുടെ പ്രവേശനം. വചനം നിങ്ങളെ ദുഃഖിപ്പിച്ചെങ്കിൽ ഇന്ന് രാത്രി വചനം പുറംകാല് കൊണ്ട് എറിഞ്ഞിട്ട് മടങ്ങിപ്പോകുകയല്ല, വചനത്തിന്റെ സൈസിലേക്ക് വീണിട്ടു. ഷ്രിങ്ക് ടു ദ സൈസ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിന്റെ സൈസിലേക്ക് ഞാനും നിങ്ങളുമായി തീരുന്നതാ കൃപയുടെ പ്രമാണം. അതിനാ വചനം പറയുന്നത്, കൈ നിനക്കിടർച്ച വരുത്തിയാൽ വെട്ടിക്കളയണം, കാല് നിനക്കിടർച്ച വരുത്തിയാൽ മുറിച്ചു കളയണം, കണ്ണ് നിനക്കിടർച്ച വരുത്തിയാൽ ചൂഴ്ന്നു കളയാൻ മടിക്കരുത്. ഒറ്റക്കൈയും ഒറ്റക്കാലും ഒറ്റക്കണ്ണനുമായി നിത്യതയിൽ പോകുന്നവനാ അഗ്നിനരകത്തിൽ കൈയിട്ടടിക്കുന്നതിനെക്കാട്ടും നല്ലത്. അതിൻ്റെ അർത്ഥം കാല് മുറിക്കാനോ കൈ മുറിക്കാനല്ല. ഈ പ്രവൃത്തി ദൈവരാജ്യത്തിന് തടസ്സമാണെങ്കിൽ ഇന്ന് ഞാൻ അത് അവസാനിപ്പിക്കുന്നു. ഈ വാക്ക് ദൈവകൃപ ചോർത്തുന്നതാണെങ്കിൽ മേലാൽ ഞാൻ മിണ്ടത്തില്ല. ഈ നടപ്പ് ദൈവകൃപ വിട്ടതാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു, കൃപ വിട്ട ഒരു നടപ്പ് എനിക്ക് വേണ്ട, കൃപ വിട്ട ഒരു സാക്ഷ്യം കളയുന്ന ഒരു പ്രവൃത്തി എനിക്ക് വേണ്ട, ആത്മാവിന് അഭിഷേകത്തിന് അല്ലെ അപമാനം വരുത്തുന്ന ഒരു വാക്ക് എനിക്ക് വേണ്ട, ഒരു നോട്ടം എനിക്ക് വേണ്ട, ചിന്ത വേണ്ട. ഇന്ന് രാത്രി വെട്ടിക്കളയുവാൻ തയ്യാറുള്ളവർ സുല്ലിട്ട് പറഞ്ഞാട്ടെ, ഐ ആം റെഡി ടു പുട്ട് എ ഫുൾ സ്റ്റോപ്പ് ഫോർ എവർ ആൻഡ് എവർ. എവരി deeds that against the perfect will of God. ദൈവഹിതത്തിന് വിരോധമായി ഉയർന്നു പൊങ്ങുന്ന സകല സങ്കല്പങ്ങളെയും ആത്മാവിൽ പിടിച്ചടക്കുവാൻ ഇന്ന് രാത്രി ഞാൻ ഒരുക്കമാ. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ സൈസിനൊത്ത് നാം വളർന്നോണം, ദൈവകൃപയുടെ സൈസിനൊത്ത് വളർന്നോണം. ഹല്ലേലൂയ. വചനം അവനെ ദുഃഖിപ്പിച്ചു, അനുസരിക്കാൻ പറ്റാത്ത ദുഃഖമാണ്. ഇത് നമുക്കുണ്ടാകുമെങ്കിൽ ഇന്ന് രാത്രി മാനസാന്തരം ഉണ്ടാകണം. ഒന്ന് മേക്ക് എ സ്റ്റാർട്ട്, 2 മേക്ക് എസ് മാഡ്. 2 വചനം കേൾക്കുമ്പോൾ ദേഷ്യം വരും. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 54-ാം വാക്യം. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ല് കടിച്ചു. അവരൊക്കെ പല്ല് കടിക്കുന്നുണ്ട് ഈ പുള്ളി ഈ പ്രസംഗമൊക്കെ കേട്ടിട്ട്. പ്രസംഗം നല്ല സൂപ്പർ പ്രസംഗമായിരുന്നു. 6 പ്രസംഗം സ്തേഫാനോസിന്റെ. പിള്ളേർക്ക് വരെ ചിരി വരുന്നല്ലേ. ഒറ്റ പ്രസംഗം പുള്ളി എത്ര പ്രസംഗിച്ചറിയില്ല. പുള്ളി ഒറ്റ പ്രസംഗിച്ചോളൂ. എന്തോ പ്രസംഗം തന്നെ, ഉൽപ്പത്തി തൊട്ട് വെളിപ്പാടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വേണം പ്രസംഗിക്കാൻ. ഒറ്റ പ്രസംഗം. മെസൊപ്പൊട്ടാമിയയിലെ കൽദയരുടെ പട്ടണത്തിന് തേജോമനായ ദൈവം പ്രത്യക്ഷനായി എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഇവിടെ എപ്പോഴാ പ്രസംഗം തീരുന്നത്? ചുമ്മാ പറഞ്ഞാട്ടെ, നിങ്ങളുടെ ആവേശത്തിന് വേണ്ടി പറഞ്ഞു. കണ്ട മിടുക്കനവൻ, അവൻ 10 എന്ന് പറഞ്ഞു. എനിക്ക് അത്രയും തന്നിട്ടില്ല മോനെ. അപ്പം പ്രസംഗം അല്ലല്ലേ. നിങ്ങൾ ഇരുന്നാൽ ഞാൻ രാവിലെ വരെ പ്രസംഗം, എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് വെള്ളിയാഴ്ച രാവിലെ ശനിയാഴ്ച രാവിലെ 2:30 ഫ്ലൈറ്റിന് പോയാൽ മതി, എനിക്കൊരു പ്രശ്നവുമില്ല. ഞാൻ നിർന്ന് പ്രസംഗിച്ചോളാം. പക്ഷേ സ്തേഫാനോസിന് അവസാനത്തെ പോയിന്റൊന്നും പറയാൻ പറ്റിയില്ല. അല്ലല്ല, പഴയ കാലത്ത് പ്രസംഗം തീരുന്നത് ആൾക്കാർ എറിഞ്ഞിടുകയായിരുന്നു. ഇപ്പൊ പാസ്റ്റർ പ്രസംഗം തീരുന്നത് വിശ്വാസികൾ അല്ലെങ്കിൽ വിശ്വാസികളല്ല, കേൾക്കുന്നവർ എന്ത് ചെയ്യും? എറിഞ്ഞിടും. അങ്ങനെ ആ പ്രസംഗം തീർന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ ആൾക്കാർ എഴുന്നേറ്റ് പോവാ. അന്ന് പ്രസംഗത്തിന് നമുക്ക് ഇപ്പൊ ഞങ്ങൾക്ക് പ്രസംഗത്തിന് കയ്യടിയാ കിട്ടുന്നത്, അന്ന് പല്ലുകടിയാ. ഇന്ന് കനത്ത കവറാ കിട്ടുന്നത്, അന്ന് കല്ലറ കിട്ടിയത്. വേറെ കൂട്ടത്തിലുണ്ട്. സ്തോത്രം. ഇതാ യഥാർത്ഥ പ്രസംഗം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി പല്ല് കടിച്ചെന്ന്. വചനം കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നത് അകത്ത് കുത്തുകൊള്ളുന്നുണ്ടാണ്. ഹല്ലേലൂയ. ജീവിതയാത്രയിൽ ക്രൂശിന് അപമാനം വരുത്തി നിങ്ങളവനെ ക്രൂശിച്ചു എന്ന് പറയുമ്പോൾ ക്രൂശിന് അപമാനം വരുത്തുന്നത് എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി പല്ല് കടിച്ച് പുറത്തോട്ട് പോകാതെ കമണ് വീണ് പ്രാർത്ഥിച്ചോണം. റീബാന ഹത്തുരാസിയ
കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ നടപ്പ് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ദൈവസഭയ്ക്കോ ദൈവനാമത്തിനോ അപമാനം വന്നുവെന്ന് വചനം വെളിപ്പെടുത്തി കിട്ടിയാൽ ഇന്ന് രാത്രി എഴുന്നേറ്റ് പോകുകയല്ല, സഭ വിട്ടു പോകുകയല്ല, അവിടെ കിടന്ന് അപ്പാ തെറ്റിപ്പോയി എന്ന് നിലവിളിക്കുന്നവരെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. വചനത്തിന് മുമ്പാകെ വിറയ്ക്കുന്നവനെ യഹോവ കടാക്ഷിക്കും. യെശയ്യാവ് 66 ആരാ? ഭൂമി ഞാൻ സൃഷ്ടിച്ചതാണ്, ഭൂമി ഭൂതലം എൻ്റെ കൈപ്പണിയാണ്, ഞാൻ ആരെയാ കടാക്ഷിക്കുന്നത്? എങ്കിലും അരിഷ്ടനും മലളിയ വചനത്തിൻ്റെ മുമ്പിൽ വിറയ്ക്കുന്നവനെ ഞാൻ കടാക്ഷിക്കും. ദൈവം ആരെങ്കിലും ബഹുമാനിക്കുന്നെങ്കിൽ അത് പണമുള്ളവനെയും പദവിയുള്ളവനെയും പത്രാസുള്ളവനെയും പേരുള്ളവനെ പെരുമയുള്ളവനെ സ്ഥാനമുള്ളവനെ ആസ്തിയുള്ളവനെ ആർത്തിയുള്ളവനെ അല്ല. ദൈവം ബഹുമാനിക്കുന്നത് വചനത്തിൽ വിറയ്ക്കുന്നവനെയാ. ഇന്ന് രാത്രി if you want to get the honor of the Lord, just solely honor and regard the word of God. ദൈവവചനത്തിൽ വിറയ്ക്കുന്നവനെ ബഹുമാനിക്കുന്നവനെ മാത്രമേ ദൈവം ആദരിക്കൂ. ഹല്ലേലൂയ. അവൻ നമുക്ക് ദേഷ്യമൊക്കെ വരും, പക്ഷേ ദേഷ്യം വന്നോണ്ടൊന്നും സ്തേഫാനോസിന് വിഷമല്ല. അവർ പല്ല് കടിക്കുമ്പോൾ അവൻ ആത്മാവിലായി. ഹല്ലേലൂയ. അഭിഷിക്തൻ ആത്മാവിലായി. അവൻ കണ്ണ് സ്വർഗത്തിലേക്ക് ഉയർത്തി, അവൻ്റെ മുഖം ദൂതന്മാരുടെ മുഖം പോലെ വിളങ്ങി, പിതാവിൻ്റെ കയ്യിലേക്ക് പ്രാണനെ ഏൽപ്പിച്ച് അക്കരെ നാട്ടിലേക്ക് പറന്നുപോയി. ഒറ്റ പ്രസംഗമുള്ളെങ്കിലും ആത്മാവിൽ ശുശ്രൂഷിച്ച് ആത്മാവിൽ അവസാനിക്കണം. ആത്മാവിൽ തുടങ്ങിയാൽ ആത്മാവിൽ തീരണം. ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ ആത്മാവിൽ അവസാനിപ്പിക്കണം. ആത്മാവിൽ പാടി ആത്മാവിൽ എരിയട്ടെ. തുടക്കം ആത്മാവിലാണെങ്കിൽ ഒടുക്കവും ആത്മാവിൽ തന്നെ. 3 അല്ലേ? 1 മേക്ക് മറന്നു പോയിരിക്കാൻ വേണ്ടി ഞാൻ ഈ റൈം ഒപ്പിച്ച് പറയുന്നത്. 1 ഇത് മേക്ക് യു സാഡ്, 2 മേക്ക് യു മാഡ്, 3 മേക്ക് യു ഗ്ലാഡ്. 3 നിങ്ങൾക്ക് സന്തോഷം വരുത്തും. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിന്റെ 39-ാം വാക്യം. പ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം വരണം. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല. അവൻ സന്തോഷിച്ച് തന്റെ വഴിക്ക് പോയി. അത് നിങ്ങൾക്കറിയാം. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം വളരെ ഉണർവിന്റെ കാറ്റാണ്. അല്ലേയ. സഭയിൽ പീഡയുണ്ടായപ്പോൾ ചിതറിപ്പോയവർ വചനം ശുശ്രൂഷിച്ചുകൊണ്ട് അവിടെ സഞ്ചരിച്ചു. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിലെത്തി. അഭിഷിക്തനായ ദൈവദാസന, വലിയ പേരും അഡ്രസ്സൊന്നുമില്ല, പക്ഷേ പട്ടണത്തിലെത്തി. ഭയങ്കര മിറക്കിൾ ക്രൂസേഡ്. നിങ്ങൾ വായിക്കണം. പട്ടണം മുഴുവൻ ഇളകി മറിയുക, ഭൂതങ്ങൾ അലറി ഓടുന്നു, രോഗികൾ സൗഖ്യമാകുന്നു. എവിടെ നോക്കിയാലും മെഗാ ക്രൂസൈഡ്. ശമരിയുടെ ഓരോ കോണിലും മെഗാ ക്രൂസൈഡ് നടക്കുകയാണ്. ഇത്രയും തിരക്കിനിടയ്ക്ക് ചെവിക്കാത്തൊരു ദൈവശബ്ദം. നീ എഴുന്നേറ്റ് എങ്ങോട്ട് പോകണം? വേസയ്ക്കുള്ള നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ഇവിടുന്ന് സ്ഥലം മാറി എങ്ങോട്ട് പോകണം? ആളും പേരില്ലാത്തത് പോകണം. നിങ്ങളാണെ പോവോ? എവിടെ പോകാൻ? സ്തോത്രമല്ല. ഞാനാണെ പോകത്തില്ലെന്നേ. അപ്പോൾ നിങ്ങൾ പണങ്ങിയില്ലല്ലോ. ഇവിടെ ഭയങ്കര മെഗാ ക്രൂസൈഡ്. രോഗികൾ സൗഖ്യമാകുന്നു, പാപികൾ മാനസാന്തരപ്പെടുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധമായി തീരുന്നു, മരിച്ചവർ എഴുന്നേൽക്കുന്നു. ശമരിയയിലെ മെഗാ ക്രൂസൈഡിൻ്റെ ഇടയ്ക്ക് ചെവിയിലൊരു വിസ്പറിങ് സൗണ്ട്. എത്ര തിരക്കിലും നമുക്ക് ദൈവശബ്ദം കേൾക്കാൻ പറ്റും. അത് ഞാൻ സമയം കൊണ്ട് ഉടൽ ഓർപ്പിക്കാം. എത്ര തിരക്കിലും നമുക്ക് ആൾക്കൂട്ടത്തിൻ്റെ നടുവിലും ആത്മാവിൻ്റെ ദൂത് കേൾക്കുന്നവൻ ആത്മീയ. സ്തോത്രം ഹല്ലേലൂയ. ചെവിക്കകത്ത് ദൈവശബ്ദം കേട്ട് എഴുന്നേറ്റ് ഗസയ്ക്കുള്ള ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചത് എങ്ങനെയാണ് ഗസയിലെ വഴി നിർജ്ജനമായെന്ന്. ഒരു ഭക്തൻ എനിക്ക് ശക്തി വേണമെന്ന് പറഞ്ഞ് ആത്മാവിൽ പ്രാർത്ഥിച്ച് 2 കുലുക്കം കുലുങ്ങിയപ്പോൾ ഗസയിലെ ഉത്സവം മുടങ്ങി, പള്ളി തകർന്നു പോയി. അവിടെ പിന്നെ ആൾ പോലും താമസമില്ലായി മാറി. ഹല്ലേലൂയ. ആ നിർജ്ജന വഴിയിൽ ഒരുത്തൻ എങ്ങനെ പോയി? ആരാ? എത്യോപ്യ രാജ്ഞിയുടെ കന്തക്കെ എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഹല്ലേലൂയ ധനകാര്യ മന്ത്രിയായ ഷണ്ണൻ യെരുശലേം ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്ക് വന്നതാണ്. ഏകദേശം 600 കിലോമീറ്റർ കുതിരയെ വലിക്കുന്ന രഥത്തിലാണ് പുള്ളി യാത്ര ചെയ്ത് വന്നത്. എനിക്കറിയത്തില്ല, 10-50 മൈലിൽ കൂടുതൽ പ്രാർത്ഥനയ്ക്ക് പോകുന്ന അറിയത്തില്ല. ഇവിടെ ദൂരെ പോകുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ ഇത്രയും 600 മൈൽ ദൂരെ വർഷാന്തര യോഗം കൂടാൻ വേണ്ടി എവിടെ വന്നു? യെരുശലേം ദേവാലയത്തിൽ വന്നു. പിന്നെ വന്നപ്പോഴറിഞ്ഞത് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, പുള്ളിക്ക് ആരാധനയ്ക്ക് പോകാൻ പറ്റത്തില്ലെന്ന്. ലേവ്യ പുസ്തകം 21-ാം അധ്യായം 16-ാം വാക്യത്തിലെ 19 വിധ രോഗികളുണ്ട്. ആ കൂട്ടത്തിലെ മെയിൻ ലിസ്റ്റിൽപ്പെട്ട പാർട്ടിയാണ് പുള്ളി. പതിമൂക്കൻ, കൂഹന്, കാലൊടിഞ്ഞവൻ, കൈ ഒടിഞ്ഞവൻ ഒക്കെ പറഞ്ഞ് കുറേ ഉണ്ട്. എല്ലാം പറഞ്ഞ് വിശദീകരിക്കാൻ സമയമില്ല. ആ കൂട്ടത്തിൽ പുള്ളിയുടെ പേരുണ്ട് ഷണ്ണൻ. പുള്ളിക്ക് എവിടെ കയറാൻ പറ്റത്തില്ല? പള്ളി കയറാൻ പറ്റത്തില്ല. ഇവിടെ വന്നോളിൻ, ഇരുന്നോളിൻ, നിന്നോളിൻ, കേട്ടോളിൻ എന്ന് പറഞ്ഞിട്ട് കയറുന്നില്ല. എത്രയും വിശാലമായിട്ട് ഇരിപ്പിടമൊക്കെ ഒരുക്കിയിട്ട് എത്രയോ പേര് മടിച്ചാണ് വരുന്നത്. പക്ഷേ ഇവൻ ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, വണ്ടി ഓടിച്ച് ചർച്ചിനകത്തോട് കയറി വന്നപ്പോൾ പറയുകയാണ്, സഹോദര നിന്നൊക്കെ ഇവിടെ ആരാധിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഇവൻ അവിടെ ആരാധിക്കില്ല. ഇവനെ കാശുണ്ടായിരുന്നുണ്ട്. പുള്ളി ബുക്ക് സ്റ്റാളിൽ പോയി ഒരു ബുക്ക് വാങ്ങിച്ചു. യെശയ്യാ പ്രവാചകൻ്റെ ചുരുൾ. ഇന്നത്തെ പോലെ വേദോസ്തൊന്നും അല്ലെന്ന്. യെശയ്യാ പ്രവാചകൻ്റെ ചുരുൾ അവിടെ വെച്ചിരുന്ന് പുള്ളി അത് വായിച്ചു. അത് വലിയ ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ തോൽ ചുരുളിനകത്തോ പാപ്പറസിനകത്തോ വെച്ചിരിക്കുക. കാശുണ്ടല്ലോ. അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പുള്ളി തിരിച്ചു പോവുകയാണ്. സ്വർഗത്തിന് അതങ്ങ് ഇഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. പിന്നെ ഒരു ദൂതൂടെ പറയാം. മന്ത്രിയാണേലും പള്ളിക്കകത്ത് കയറാൻ പ്രമാണമുണ്ട്. അതോടെ ചേർത്ത് പറയണ്ടേ. നാട്ടിൽ മന്ത്രിയായിരിക്കും, വീട്ടിൽ മന്ത്രിയായിരിക്കും, തന്ത്രിയായിരിക്കും, പക്ഷെ ആലയത്തിനകത്ത് ഇതൊന്നും വില പോകത്തില്ല. ആലയത്തിനകത്ത് വരുന്നവർക്ക് പ്രമാണമുണ്ട്. എൻ്റെ സ്ഥാനവും പാനവും പത്രാസും കാണിക്കുന്ന സ്ഥലമല്ല ആരാധന. ഇവിടെ താഴ്മയുള്ളവർക്കും വിനയമുള്ളവർക്കും ദൈവത്തെ ആരാധിക്കാൻ പറ്റും.
ഉയരുന്നതിന്റെ വഴി താഴുക എന്നുള്ളതാണ് വചനത്തിന്റെ പ്രമാണം. തന്നെത്താൻ താഴ്ത്തുന്നവൻ, ബൈബിള് മാത്രം പറയുന്ന ഉയർച്ചയുടെ വഴി താഴ്ചയുടെ വഴിയാ. താഴോട്ട് പോകുന്നവനെ മേളോട്ട് ഉയരാൻ പറ്റത്തുള്ളെന്ന് വിശദീകരിക്കുന്നില്ല. ഇവനിങ്ങനെ മനസ്സ് മഞ്ചലിച്ച് വേദനിച്ച് പോവുകയാണ്. ഇനി ശ്രദ്ധിച്ചോണം, അല്പം മിനിറ്റ് കൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഇവൻ ഈ കുതിര വലിക്കുന്ന രഥത്തിനകത്ത് എത്യോപ്യ രാജ്യയുടെ മന്ത്രിയല്ല ചാരി കിടന്നുകൊണ്ട് പുസ്തകം വായിക്കുകയാണ്. അപ്പോഴാണ് ദൈവം ദൂത് ആരോട് പറഞ്ഞത്? ഫിലിപ്പോസിന് പറയുന്നത്, എന്നെ ആലയത്തിൽ ആരാധിക്കാൻ വന്നിട്ട് അകത്ത് കയറാൻ പറ്റാതെ മനവേദനയോടെ പോകുന്നവന് ഏറ്റവും നല്ല പ്രാസിംഗിനെ അയച്ച് സന്ദേശം കൊടുക്കുന്നതാണ് ദൈവം. നിന്നെ സ്വീകരിക്കാൻ ഈ ലോകത്തിൽ ആരുമില്ലെങ്കിലും, നിനക്ക് കൈതരാൻ ആരുമില്ലെങ്കിലും, നിന്റെ അടുക്കലേക്ക് ദൈവ സന്ദേശം എത്തിക്കുവാൻ ദൈവത്തിന് വഴിയുണ്ട്. നീ ഇരിക്കുന്ന മുറിക്കകത്ത്, നീ കിടക്കുന്ന കിടക്കകത്ത്, നീ സഞ്ചരിക്കുന്ന വാഹനത്തിൽ, നീ പഠിക്കുന്ന സ്ഥാപനത്തിൽ, നീ ജോലി ചെയ്യുന്ന ഇരുട്ട് മുറിക്കകത്ത്, വെയിൽ കൊണ്ട് പൊരിയുമ്പോൾ, നിന്നുകൊണ്ട് തല കുനിയുമ്പോൾ, നിരാശ കൊണ്ട് മനസ്സ് തകരുമ്പോൾ, ഇടം വലം നോക്കി കൈ താങ്ങൽ തരുവാൻ ആരുമില്ലാതിരിക്കുമ്പോഴും നിന്റെ അടുക്കിലേക്ക് ദൈവത്തിന് സന്ദേശമുണ്ട്. ഏറ്റവും നല്ല ദൈവദാസനെ മെഗാ ക്രൂസൈഡിൽ നിന്ന് വലിച്ചിറക്കിയിട്ട് ഫിലിപ്പോസിനോട് പറയുന്നു, എന്നെ ആരാധിക്കാൻ വന്നിട്ട് വേദനയോടെ പോകുന്നൊരു ഭക്തനെ കണ്ടോ? ആരും അവനെ സ്വീകരിച്ചില്ല. അവന്റെ ശരീരത്തിന്റെ ബലഹീനത നിമിത്തം അകത്ത് കയറാതെ പോകുമ്പോൾ അവന് വേണ്ടി ഒരു മെസ്സേജ് ഇന്ന് പകൽ നിന്നെ ഏൽപ്പിക്കാൻ പോകുക. ഇന്ന് രാത്രി ദൂത് പറയുന്നു, നിന്റെ രോഗത്തിന് പറ്റിയ ഒരു മെസ്സേജ് സ്വർഗം നിന്നെ ഏൽപ്പിക്കാൻ പോകുക. നിന്റെ നിന്ദയ്ക്ക് പറ്റിയ ഒരു മെസ്സേജ്, നിന്റെ അപമാനത്തിന് പറ്റിയ ഒരു മെസ്സേജ്, നിന്റെ താഴ്ചയ്ക്ക് പറ്റിയ ഒരു മെസ്സേജ്, നിന്റെ ആവശ്യത്തിന് പറ്റിയ, നിന്റെ ആഗ്രഹത്തിന് പറ്റിയ, നിന്റെ അവസ്ഥയ്ക്ക് വെച്ച് ചേർക്കാൻ പറ്റുന്ന ഒരു ദൂത് ഇന്ന് രാത്രി ദൈവം നിനക്ക് കൈമാറുകയാ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. രഥത്തിൽ ഏകദേശം 40 കിലോമീറ്റർ സ്പീഡിൽ ഒരു രഥം ഓടും. ഇനിയും ദൈവദാസൻ പാസ്റ്റർ ഓടുക, പുറകെ ഓടുക. ശ്രദ്ധിക്കണം, ഭയങ്കര രസം അതൊക്കെ വായിച്ചാൽ ചിരിച്ചു പോകും. ഇപ്പോൾ രാത്രി നമുക്ക് ഇരിക്കാൻ സമയമില്ലല്ലോ. ഓടുകയാണ്. ഓടുന്ന വഴിക്ക് നമ്മളൊക്കെ ബൈബിൾ വായിച്ചാൽ നമുക്ക് പോലും അറിയത്തില്ല എന്തോ വായിച്ചെന്ന്. ഒറ്റ വായിക്കുകയാണ്. ഇതല്ല രാത്രി കിടക്കാൻ സമയം ആർക്കാ? ഈ ജോലിയെല്ലാം കഴിച്ച് തുടങ്ങി മാത്രമേ ഇതാ മലക്കുന്ന കർത്താവ് ഇനി അറിയുന്ന നമ്മുടെ ഒറ്റ ഉറക്കോ. നമുക്ക് സമയമില്ല. ബൈബിൾ പിന്നെ വല്ലപ്പോഴൊക്കെ ഒന്ന്, പിന്നെ പള്ളി വരുമ്പോഴാണ് നമ്മൾ വേദോസ്തൊക്കെ ഒന്ന് വായിക്കും. ഇങ്ങനെയൊക്കെ പുസ്തകം ഉണ്ടോ, ഉത്തമഗീതമൊക്കെ ബൈബിളിലുണ്ടോ എന്നൊക്കെ നമ്മൾ അതിശയം കൂറുമാറ് അവർ മിഴിച്ചു നോക്കി എന്നൊക്കെ പറയുന്ന കണക്ക് നമ്മളിങ്ങനെയൊക്കെ അറിയുന്നത്. പക്ഷേ ഇവനിങ്ങനെ ഓടുകയാണ്. നോക്കണം, 40 കിലോമീറ്റർ സ്പീഡിൽ രഥം പോകുന്നു. അതിനകത്തിരുന്നുകൊണ്ട് ബൈബിൾ ഒരത്തൻ അല്ലെങ്കിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നു. അപ്പം കൂടെ ചേർന്ന് നടക്കാൻ പറഞ്ഞവനിപ്പോൾ ഓടണം. അപ്പം ഈ ഓടുന്ന ഫിലിപ്പോസിന് മനസ്സിലായി, കടകട ശബ്ദം ടാരട്ട റോഡൊന്നും ഒമാനിലെ റോഡൊന്നും അല്ല. കാരണം ഗസയ്ക്കുള്ള നിർജ്ജന വണ്ടി പോകുന്ന വഴിയല്ലെന്നേ. കല്ലും മണ്ണും കുഴിയും മുള്ളും ഒക്കെ ഉള്ള റോഡിൽ കൂടെ ഈ കുതിരയുടെ ശബ്ദം, അടിക്കുന്ന ശബ്ദം, കടകട ശബ്ദം, രഥത്തിൻ്റെ ശബ്ദം. ഇതിനിടയ്ക്ക് ഈ പുള്ളി വായിച്ചത് ആർക്ക് മനസ്സിലായി? ഫിലിപ്പോസിനെ. അപ്പം എന്തോ ഒച്ചത്തിലായിരിക്കും വായിച്ചത്. കുഞ്ഞുങ്ങളെ, റീഡ് ദ ബൈബിൾ അല്ല ലൗഡ്ലി ആൻഡ് ക്ലിയർലി. നിങ്ങൾ ബൈബിൾ എപ്പോൾ വായിച്ചത് എങ്ങനെ വായിക്കണം? വായിക്കരുത്, ഉറച്ചു വായിച്ചോണം. 4 പേര് കേൾക്കട്ടെ, പിശാച് കേൾക്കട്ടെ. ദൈവവചനം ഉറക്കെ പറയണം, ഉറക്കെ വിളിച്ചു പറയണം, ആവേശത്തിൽ വിളിച്ചു പറയണം. സ്തോത്രം. 2, നമുക്ക് മനസ്സിലാകാത്ത എത്ര പേര് ദിനവൃത്താന്തം 1 ദിനവൃത്താന്തം 1 തൊട്ട് 4 പേര് വായിച്ചിട്ടുണ്ട്? ആർക്ക് വായിക്കാനാണ് നേരം? മത്തായി 1 എത്ര പേര് വായിക്കാറുണ്ട്? മനസ്സിലാകാത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വിട്ടുകളയും. പക്ഷെ ഇവനിത് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്തു? വായിച്ചോണ്ടേ ഇരുന്നു. വായിച്ചോ, ഒരു ദിവസം മനസ്സിലാകുമെന്നേ. എന്നെങ്കിലും നിങ്ങൾക്ക് ഗ്രഹിപ്പിച്ചു തരുവാൻ, നിങ്ങൾ എന്തെങ്കിലും വായിച്ച് കുറിച്ചിട്ടത്, അടിവരയിട്ടത് ഒരു പ്രാവശ്യം നിങ്ങൾ ആലയത്തിൽ ചെല്ലുമ്പോൾ ആരെങ്കിലും സാക്ഷ്യത്തിൽ കൂടിയോ പാട്ടിലൂടെയോ പ്രസംഗത്തിലൂടെയോ അതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് തിരിച്ചു തരും. ഹല്ലേലൂയ. ഈ പുള്ളി പറഞ്ഞു, നീ വായിക്കുന്ന ഗ്രഹിക്കുന്നില്ല, കയറി ഇരിക്കാൻ പറഞ്ഞു. എൻ്റെ വിഷയം അതല്ല. വചനം പറഞ്ഞു കൊടുത്തു, വ്യാഖ്യാനിച്ചു കൊടുത്തു. വചന കേൾവി അവനെ രൂപാന്തരപ്പെടുത്തി അറുക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടായ ക്രിസ്തുവിനെ കുറിച്ചുള്ള ദർശനം, സുവിശേഷത്തിൻ്റെ മാറ്റി വിളിച്ചു പറഞ്ഞപ്പോൾ വെള്ളത്തിൻ്റെ അടുത്ത് കണ്ടപ്പോൾ എന്ത് ചെയ്തു? ദൈവമക്കളെ, സുവിശേഷം കേട്ടാൽ അടുത്ത സ്റ്റെപ്പ് സ്നാനപ്പെട്ടോണം. പിന്നാട്ടെന്ന് വെച്ചോണ്ടിരിക്കുന്ന ഓർത്തോണം. അല്ലല്ല, വെള്ളം അടുത്തുണ്ട്, സ്നാനപ്പെടുത്താൻ ആളുമുണ്ട്, നിങ്ങളൊന്ന് പെട്ട് കെട്ടിയാൽ മതി. ഹല്ലേലൂയ. സുവിശേഷത്തിൻ്റെ അടുത്ത പടിയ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുക. ഇന്ന് രാത്രി സുവിശേഷം നില വിളിച്ചു പറയുന്നു. അല്ലല്ല, ആരെങ്കിലും യേശുവിനെ അറിഞ്ഞിട്ട് ഇന്ന് വരെ കർത്താവിൻ്റെ കൽപ്പനയായ മുഴുകൽ സ്നാനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റെടുത്ത് ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവിനെ ധരിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ അവസരമാണ്. ആരും കൈപൊക്കണ്ട. ഇരിക്കുന്ന ഇരിപ്പിൽ തീരുമാനം എടുത്തോ. ഏറ്റവും അടുത്ത ദിവസം ഞാൻ യേശുവിനെ അനുസരിക്കും, അവൻ്റെ വചനത്തിന് ഞാൻ വില കൊടുക്കും, കൽപ്പന അനുസരിക്കും. ഞാൻ മുഴുകൽ സ്നാനത്തിനായി വെള്ളത്തിലേക്ക് ഇറങ്ങും. ഹല്ലേലൂയ. ആ വചനം കേട്ട് ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയി. എൻ്റെ ഭാഷ ഞാൻ വിശദീകരിക്കുന്നില്ല, അന്ന് വിശദീകരിക്കാൻ സമയമില്ല. കാരണം ഒറ്റ മുണ്ടും കൊണ്ട് ഇറങ്ങി അച്ചാനാ. പിന്നെ ഇനി മാറാനില്ലാത്തതുകൊണ്ട് കാറ്റടിച്ചുകൊണ്ട് പുള്ളിയും കൊണ്ട് ഡ്രയറിലങ്ങ് കൊണ്ടുപോയി ശുശ്രൂഷ തീർന്ന ദൈവം അങ്ങ് വിടുവന്നേ.
ശുശ്രൂഷ തീർന്നാൽ പിന്നെ നമ്മളെ ഭൂമി വെച്ചുകൊണ്ടിരിക്കത്തില്ല. അപ്പോൾ ഭൂമിയിൽ നിങ്ങൾ ജീവിച്ചിരുന്നതിൻ്റെ കാരണം എന്താ? ഉറക്കെ പറഞ്ഞാട്ട്. ഇപ്പോഴാണോ അറിഞ്ഞേ? അടുത്ത പ്രൊമോഷന് വേണ്ടി നോക്കിയിരിക്കുക. ശുശ്രൂഷ തീർന്നിട്ടില്ലെന്ന്. ശുശ്രൂഷ തീരുമ്പോൾ ഹല്ലേലൂയ അക്കരെ നാട്ടിലേക്ക് നമ്മൾ പറന്നു പോകും. അത് വേഗം തീരും, നമ്മൾ പറന്നു പോകും. അതിനു മുമ്പ് 18 വീലർ തലേക്കുറ കഴിയാലും നീ ചാകത്തില്ല. ശുശ്രൂഷ തീർന്നിട്ടില്ലെങ്കിൽ നിന്റെ ആയുസ് അവൻ്റെ പണ്ണാരത്തിൽ കാലഗതി എഴുതി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഹല്ലേലൂയ കുത്തിയാലും വെട്ടിയാലും വെടിവെച്ചാലും നീ തീരത്തില്ല. അനുഭവം ഉള്ളവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആ ഷണ്ണൻ സന്തോഷിച്ച് തൻ്റെ വഴിക്ക് പോയി. ദൈവവചന കേൾവി നമ്മളെ സന്തോഷിപ്പിക്കണം. ദൈവവചനത്തിൽ സന്തോഷിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. തെസ്സലോനിക്കരെ പോലെ കഷ്ടതയുടെ കഠിന ശോധനയിലായിട്ടും അവർ പരിശുദ്ധാത്മാവിൻ്റെ വചനം സന്തോഷത്തോടെ കൈക്കൊണ്ടു. ഹല്ലേലൂയ. 4, ദൈവവചന കേൾവി നമ്മുടെ ഹൃദയത്തിൽ വിൽ കട്ട് അവർ ഹാർട്ട്, ഹൃദയത്തെ കീറി മുറിക്കും. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 37-ാം വാക്യം. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട്. ഹൃദയത്തിൽ കുത്തുകൊണ്ടു. ഏത് കേട്ടിട്ട്? പത്രോസിന്റെ മാനസാന്തര പ്രസംഗം. അവർ ചോദിക്കുക ഞങ്ങൾ എന്ത് ചെയ്യണം? അവർ പിന്നെ സഭയുടെ അടിസ്ഥാനം അങ്ങോട്ട് പറഞ്ഞു കേൾപ്പിച്ചു. മാനസാന്തരപ്പെടണം. ദൈവവചന കേൾവി ഹൃദയത്തിനകത്ത് നമുക്ക് കുത്തു തരും, പാപബോധം തരുമെന്ന്. ശരിയെന്ന് ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് ബോധ്യം വരുന്നത് വചനം കേൾക്കുമ്പോഴാണ്. ഞാൻ കറക്റ്റെന്നും 4 പേര് എന്നെ കറക്റ്റാണെന്നും നാട്ടുകാരും വീട്ടുകാരും മോനെ കുഴപ്പമില്ലെന്നും പറഞ്ഞ് കൈയടിച്ച് കൈ തന്ന വിഷയം വചനത്തിൻ്റെ മുമ്പാകെ വിറയ്ക്കുമ്പോൾ തെറ്റാണെന്ന് ബോധ്യം വരും. ഇന്ന് രാത്രി മാനസാന്തരത്തിൻ്റെ ദൂത് ഞാൻ പറയുന്നു. ഞാൻ സുവിശേഷകനാ, വചനം പ്രസംഗിക്കുമ്പോൾ മാനസാന്തര ദൂത് പറയുന്നു. ഇന്ന് രാത്രി രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. യോർദാന്റെ തീരത്ത് മുഴങ്ങിക്കെട്ട ഗലീലയിലെ ഉച്ചസ്ഥലം ഘോഷിക്കപ്പെട്ട പ്രസംഗ വിഷയം അത് തന്നെ, മാനസാന്തരപ്പെടണം. യേശു ആവർത്തിച്ചു പറഞ്ഞു, ദൈവരാജ്യം അവകാശമാക്കണോ? മാനസാന്തരപ്പെടണം. പെന്തിക്കോസ്തുകാർ മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം ആത്മമണ്ഡലത്തിൽ തുടർമാനമായി നടക്കേണ്ട റിപ്പൻറ്റൻസ്, മാനസാന്തരമാണ്. പാപമേറ്റു പറയണം. ദൈവസ്ഥലം വന്നിട്ട് പ്രഗത്ഭന്മാരായി പോയി തികഞ്ഞവരാണെന്ന് ആർക്കെങ്കിലും ബോധ്യം വന്നെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ആരെങ്കിലും നിൽക്കുന്നു തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കുക, ഞെളിയാതെ ഭയപ്പെടുക. ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കണം. ഹല്ലേലൂയ. മാനസാന്തരപ്പെടണം, കുത്തുകൊള്ളണം. ഇന്ന് രാത്രി ഹല്ലേലൂയ നിങ്ങൾ തന്നെ ഒന്ന് വിചിന്തനം ചെയ്താട്ട്, ഞാൻ ചെയ്തതെല്ലാം ശരിയാണോ? ഞാൻ പറഞ്ഞത് ശരിയാണോ? ഞാൻ തിന്നുന്നത്, കുടിക്കുന്നത്, പോകുന്നത്, വരുന്നത്, എൻ്റെ ഇടപാടുകൾ, നോട്ടം, ഭാവങ്ങളൊക്കെ ശരിയാണോ എന്ന് തീരുമാനിക്കണം. ദൈവമക്കളെ, പുതിയ നിയമസഭയുടെ യാഗം എന്ന് പറയുന്നത് പഴയ നിയമസഭയിൽ മൃഗത്തെ, കാളയെ, പശുവിനെ, ആടിനെ, കോലാടിനെ, ചെമ്മരിയാടിനെ, അല്ലെങ്കിൽ പക്ഷികളെ കൊണ്ടുവരണം. അതിനെ ലേവ്യർ അതിൻ്റെ തൊലി പൊളിക്കണം. പുരോഹിതൻ അവരെ കണ്ണമായി മുറിക്കണം. മുറിച്ചു കഴിഞ്ഞാൽ പാപമോചനമായി. പക്ഷെ പുതിയ നിയമസഭയ്ക്ക് സ്തോത്രം, പാപമോചനം എന്നും ജീവനോടെ കത്തിക്കുന്നതാണ്. ഹല്ലേലൂയ. റോമാലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് യാഗമായി. വേദന ഞാൻ അറിയണം. കൊടുക്ക വാങ്ങലുകളിൽ ദൈവഹിതമില്ലാത്തത് വന്നാൽ അതിൻ്റെ മുറിവിൻ്റെ വേദന അറിയണം. ഞാൻ ആത്മാർത്ഥമായ ഒരു ചോദ്യം ചോദിക്കട്ടെ. സ്തോത്രം. ഞാൻ കള്ളം പറയുമ്പം, അല്ലെങ്കിൽ സഹോദരനെതിരെ അപവാദം പറയുമ്പോൾ, ദൈവദാസന്മാർക്കെതിരെ അപവാദം പറയുമ്പോൾ എൻ്റെ നാക്കൊന്ന് പെരുത്ത് സ്ട്രോക്ക് വന്ന് തളർന്നാൽ 24 വർഷം കൊണ്ട് മാറ്റാത്ത സ്വഭാവം ഞാൻ അന്നേരം മാറ്റും. എൻ്റെ കൂട്ടത്തിലുണ്ടോ? ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷ തൽക്ഷണം നടക്കാത്തത് കൊണ്ട് ജനം ദോഷം ചെയ്യാൻ മുതിരുന്നു. ഞാൻ കാണുന്നതിനൊക്കെ എഴുന്നേറ്റ് ഒച്ച വെക്കുമ്പോൾ എൻ്റെ ശബ്ദം ഒന്ന് ഇടറിപ്പോയി തുടങ്ങട്ടെ, മാറ്റാൻ പറ്റാത്ത സ്വഭാവം ഞാൻ അന്നേരം മാറ്റും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കരം ചൂണ്ടി കരം കൊണ്ട് വൃത്തികേടുകൾ പ്രവർത്തിക്കുമ്പോൾ ആ കൈ തളർന്നു പോകുന്ന ഒരു അനുഭവം ഉണ്ടായാലോ, പ്രവൃത്തികൾക്ക് ഞാൻ നന്നാക്കത്തില്ലേ? വചനം ആവശ്യപ്പെടുന്ന രാത്രി നമ്മുടെ നടപ്പും പ്രവൃത്തിയും നന്നാക്കണം. വചനത്തിന്റെ മുമ്പാകെ കുത്തുകൊള്ളുന്നവരെ ഇന്ന് രാത്രി ദൈവസഭയിൽ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ തെറ്റുകൾ ബോധ്യം വരട്ടെ, കുറ്റങ്ങൾ ബോധ്യം വരട്ടെ, ദൈവകൃപ ചോർത്തിക്കളഞ്ഞതൊക്കെ ഇന്ന് രാത്രി അനുദപിക്കുന്ന രാത്രിയായി മാറട്ടെ. 5, ദൈവവചനം നമ്മൾ വരുത്തുന്ന 5ാമത്തെ സ്വാധീനത. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 32-ാം വാക്യം. ലൂക്ക് ചാപ്റ്റർ 24:32. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച്, എമ്മയിലേക്ക് പോയ ക്ലെയോപ്പാവും തന്റെ കൂടെയുള്ള ശിഷ്യനും യേശു മുറിക്കകത്ത് വിളിച്ചിരുത്തി ഹല്ലേലൂയ അത്താഴം നുറുക്കി കൊടുത്ത് കണ്ണു തുറന്നു കഴിഞ്ഞപ്പോൾ യേശു അപ്രത്യക്ഷമായി. അവർ പറയുകയാണ്, അവർ വഴിയിൽ വെച്ച് നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കും. ദൈവവചനം അകം കത്തിക്കും. ആവേശമാണ്. ദൈവവചനം കേൾക്കുമ്പോൾ അസാധാരണമായ ഒരു കരുത്തകത്തുണ്ടാകും. നമ്മുടെ ഉള്ളം എന്താ ചെയ്യാൻ തുടങ്ങും? ഒന്ന്, ഇറ്റ് വിൽ മേക്ക് യു സാഡ്, ഇറ്റ് വിൽ മേക്ക് യു മാഡ്, ഗ്ലാഡ്, ഇറ്റ് വിൽ കട്ട് യുവർ ഹാർട്ട്, ഇറ്റ് വിൽ ബേൺ യുവർ ഹാർട്ട്. ഇത് നിങ്ങളുടെ ഹൃദയത്തെ കത്തിക്കും. കാരണം ഇത് തീയാ, ദൈവത്തിൻ്റെ വചനം.
ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത അത് തീയാണെന്നേ. സ്തോത്രം. ഒരു ഉദാഹരണത്തിൽ കൂടെ പറഞ്ഞ് ഞാൻ തെളിയിക്കാം. ഹല്ലേലൂയ. അപ്പോൾ അപ്പോസ്തലൻ യാക്കോബ് എഴുതി വെച്ചു, വചനം കണ്ണാടിയാണ്. വചനം എന്താണ്? വീട്ടിൽ നിലക്കണ്ണാടി ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടോ? എല്ലാവരുടെയും വീട്ടിൽ ചെറിയ കണ്ണാടിയെങ്കിലും. കണ്ണാടി നോക്കാത്തവരാരെങ്കിലും ഉണ്ടോ? കണ്ണാടി വെച്ചാണെങ്കിലും കണ്ണാടി നോക്കുന്നവരാ നമ്മൾ, അല്ലേ? കണ്ണാടിയുടെ മുന്നിൽ പോയിന്നുണ്ട് ഒരു മിനിമം ഒരു കുറച്ച് സമയമെങ്കിലും അതിൻ്റെ മുമ്പിൽ നിൽക്കാതെ നമുക്ക് എന്താ വരത്തില്ല. അപ്പോൾ എന്തിനാണ് നിങ്ങൾ ഈ കണ്ണാടി നോക്കുന്നത്? നിങ്ങൾ പറഞ്ഞാട്ടെന്ന് തീരാറായി സഹോദരന്മാർ, ഇപ്പോൾ വരും, പേടിക്കണ്ട, കർത്താവ് വരാറായി, ഞാൻ പ്രസംഗം നിർത്താറായി. പറഞ്ഞു. എന്തിനാ നിങ്ങൾ ഈ കണ്ണാടി നോക്കുന്നത്? കണ്ടോ, കള്ളം പറയാൻ റെഡിയായിട്ടിരിക്കുക എല്ലാവരും. സത്യം തുറന്നു പറഞ്ഞാട്ടെ. എന്തിനാ മോനെ കണ്ണാടി നോക്കുന്നത്? പിള്ളേർ പറയട്ടെ, ഇവരാണ് ഉള്ളി കള്ളമൊന്നുമില്ല, എന്തിനാ കണ്ണാടി നോക്കുന്നത്? ഉറക്കെ പറയാം ആരെങ്കിലും ഒരാൾ. ആ സൗന്ദര്യം കാണാൻ. നിങ്ങൾക്ക് എന്താ സൗന്ദര്യം ഇല്ലാഞ്ഞിട്ടാണോ നോക്കിക്കൊണ്ടിരിക്കുന്നത്? എല്ലാവരും സൗന്ദര്യമുള്ളവർ. ഈ ലോകത്തുള്ള സകലരും എന്താണ്? സൗന്ദര്യമുള്ളവർ. അത് പിന്നെ നമുക്ക് ആസ്വദിക്കേണ്ട കാര്യമാണ്. എന്നാൽ പിന്നെ രാവിലെ ഉണ്ടെങ്കിൽ നോക്കിയിരുന്നാൽ പോരെ. അങ്ങനല്ല കണ്ണാടി നോക്കുന്നതിന് രഹസ്യമുണ്ട്. അതാണ് വചനത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ മനസ്സിനകത്ത് നമ്മുടെ മുഖത്തെക്കുറിച്ച് നമുക്കൊരു രൂപമുണ്ട്. നമ്മുടെ മനസ്സിനകത്ത് എൻ്റെ മുഖം, എൻ്റെ മൂക്കിന് ഇച്ചിരൂടെ നീളം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, ഈ ചെവി ഇച്ചിരൂടെ വലുതായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, മറിയാമ്മയുടെ കൂട്ട് എൻ്റെ കണ്ണൊന്നായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, ചാക്കോച്ചൻ്റെ കൂട്ട് എൻ്റെ കൈക്കൊരു നീളം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ദൈവമക്കളെ, അവരവരെ ഏത് രീതിയിലാക്കണമെന്ന് ഞാൻ എന്നെ ഭയങ്കര അതിശയകരമായി സൃഷ്ടിച്ചിരിക്കുന്നു. അത് ഓർത്താണ്. കണ്ണാടിയുടെ മുന്നിൽ എപ്പോഴും പറയണം, ദൈവം ഇതുപോലെ ഭയങ്കരനെ ദൈവം ഇങ്ങനെ സൃഷ്ടിച്ചല്ലോ എന്ന് പറയണം. അങ്ങനെയാണ് ദൈവം നമ്മളെ നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മുടെ മനസ്സിനകത്ത് നമ്മളെക്കുറിച്ചൊരു ഭയങ്കര രൂപമാണ്. കണ്ണാടി ചെന്ന് നോക്കിയപ്പോഴാ മൂക്കിനത്രേ നീളമില്ല, ഇവിടെ കുഴി, ഇവിടെ കറുപ്പ്, തലയൊക്കെ നരച്ചു തുടങ്ങി. അപ്പം നമ്മൾ എന്ത് ചെയ്യും? കിട്ടാവുന്ന ആവശ്യ സാധന വസ്തുക്കളൊക്കെ കയ്യിൽ എടുത്തിട്ട് നമ്മൾ കുഴി നികത്താൻ തുടങ്ങും. പിന്നെ ഇത് എന്ത് ചെയ്യാൻ തുടങ്ങും? ചുമ്മാ പറഞ്ഞാട്ടെ, ഞാൻ ഇതിനെതിരൊന്നുമല്ല. കാരണം എനിക്ക് എത്ര എൻ്റെ വെളുപ്പിച്ചാലും നരപ്പിച്ചാലും എൻ്റെ കൂടെ നിൽക്കുന്ന മോൻ്റെ പ്രായം കാണുമ്പോൾ നിങ്ങൾക്കറിയാം എനിക്ക് എത്ര എൻ്റെ കൂട്ടത്തിലുണ്ട്. അപ്പം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിത് വെദർ യു ഡൈ ഓർ നോട്ട്, വൺ ഡേ യു വിൽ ഡൈ എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇതിങ്ങനെ കറപ്പിച്ചൊക്കെ കൊണ്ടുപോകും. ഇതിനൊന്നും ഒരു ഗുണമില്ല. അപ്പം ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ, ഈ പ്രത്യേകിച്ച് എൻ്റെ ഇടത്ത് വശം ഒരു 3/4 മണിക്കൂറൊക്കെ കഴിയുമ്പോഴാണ് ഏകദേശം മനസ്സിലുള്ള രൂപത്തോട് നമ്മുടെ മുഖഭാവം ഒന്ന് അനുരൂപപ്പെടും. അന്നേരമാണ് അയ്യോ ലേറ്റ് ആയെന്നും പറഞ്ഞ് ഓടി എവിടെ പോകുന്നത്? ജോലിക്ക് പോകുന്നു. അയ്യോ ഇത്ര നേരമായി ഓടി ഒരുങ്ങാന്. അയ്യോ എന്താ എത്ര നേരം ഒരുങ്ങാന്? കാരണം ഏകദേശം 100% ആയിട്ടില്ല, ഏകദേശം മനസ്സിലുള്ള രൂപത്തോട് നമ്മുടെ പുറമെയുള്ള മുഖം ഒന്ന് ഏകീഭവിക്കുമ്പോഴാ നമ്മൾ പുറത്ത് ഇതാ വചനം ചെയ്യുന്നത്. ഈ വചനമാകുന്ന കണ്ണാടിക്ക് നിങ്ങളെക്കുറിച്ചൊരു രൂപമുണ്ട്. എല്ലാവരും എൻ്റെ കൂട്ടത്തിലുണ്ടോ? വചനത്തിന് നിങ്ങളെക്കുറിച്ചൊരു രൂപമുണ്ട്. ക്രിസ്തുവിൻ്റെ രൂപം, ക്രിസ്തുവിൻ്റെ ഭാവം, ക്രിസ്തുവിൻ്റെ ക്ഷമ, ക്രിസ്തുവിൻ്റെ സ്വഭാവം. പക്ഷെ വചനം തുറന്നപ്പോഴാണ് കണ്ടത് അതുപോലുള്ള മുഖമല്ല എൻ്റെ മുഖമെന്ന്. ഹല്ലേലൂയ. ഇന്ന് രാത്രി വചനം നിങ്ങളെ കത്തിക്കാൻ പോകുകയാണ്. എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ പോകുക. സ്തോത്രം. വചനത്തിനകത്തോട്ട് നോക്കിയപ്പോൾ മനസ്സിലായി, അയ്യോ ഇതല്ലല്ലോ എൻ്റെ സംസാര രീതി. എൻ്റെ വാക്ക് കൃപയോട് കൂടിയതായിരിക്കണം, ഉപ്പിനാൽ രുചി വരുത്തുന്നതായിരിക്കണം. എൻ്റെ നോട്ടം ഹല്ലേലൂയ വിടക്ക് കണ്ണാണല്ലോ, വചനം പറഞ്ഞു തരും. അപ്പം വചനത്തിൻ്റെ രൂപത്തോട് എൻ്റെ രൂപത്തെ അനുരൂപപ്പെടുത്തുന്നതാ വചന കേൾവിയിൽ കൂടെ നമ്മുടെ അകം കത്തണം. ഹല്ലേലൂയ. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി ആയതുകൊണ്ട് ഇത് ദുഷ്ടന്മാർക്കുള്ള ദൂതല്ല. എൻ്റെ അകത്തെ കൺസ്യൂമിങ് ഫയർ, ടോട്ടലി അബ്സല്യൂട്ട്ലി കൺസ്യൂമിങ് എവറി അൺവാണ്ടഡ് തിങ്സ് ഇൻ മൈ ലൈഫ്. എൻ്റെ അകത്തുള്ള അശുദ്ധികളെ, ആകായ്മകളെ ഓരോ ദിവസം കത്തിച്ചാമ്പലാക്കണം. അശുദ്ധിയെല്ലാം ഛാരമാകട്ടെ. എൻ്റെ കൈകൾ, കാലുകൾ, നടപ്പുകൾ, നോട്ടങ്ങൾ, ചിന്തകൾ ദൈവരൂപത്തോട് അനുരൂപപ്പെടുത്തി, തേജസ്സിനോട് അനുരൂപപ്പെടുത്തി, ദിവ്യ സ്വഭാവത്തിന് കൂട്ടവകാശികളാക്കി മാറ്റുന്നതാ ദൈവവചന കേൾവി നമ്മളെ ചെയ്യേണ്ടത്. ഇന്ന് രാത്രികാലം ഈ വചന കേൾവി നിമിത്തം നിങ്ങൾക്കൊരു രൂപാന്തരം ഉണ്ടായെങ്കിൽ കൊള്ളാമായിരുന്നു. നിങ്ങളുടെ ഭാവം മാറിയെങ്കിൽ, നിങ്ങളുടെ രൂപം മാറിയെങ്കിൽ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 3.5 വർഷം യേശുവിൻ്റെ കൂടെ നടന്ന ഈ അപ്പോസ്തലന്മാർ, സ്തോത്രം, സ്കൂളിൽ പോകാത്തവരാ. എൻ്റെ വാക്കല്ല, ബൈബിളിലെ വാക്കാണ്. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം 5-ാം അധ്യായത്തിൽ അവർ സന്നഗതിരി സംഘത്തിൻ്റെ മുമ്പാകെ മണിയായിട്ട് കാര്യം പറയുമ്പോൾ കൂടെ പഠിച്ചവരുണ്ട്. 2ാം ക്ലാസ്സിൽ ഒരുമിച്ച് തോറ്റിട്ട് പിന്നെ പള്ളി പോകാത്തവരുണ്ട്, സ്കൂളിൽ പോകാത്തവരുണ്ട്. ഇവർ സാമാന്യക്കാരും പഠിപ്പില്ലാത്തവരും. കാരണം ഒരുമിച്ച് ഗോലി കളിച്ചവനായി പറഞ്ഞത്, നമ്മൾ ഒരുമിച്ച് സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങിയല്ലേ. പക്ഷേ അവരുടെ സംസാര രീതി കേട്ടിട്ട് അവർ ആശ്ചര്യപ്പെട്ട് പറഞ്ഞു അവർ യേശുവിൻ്റെ കൂടെ ഉള്ളവരായിരുന്നു.
കാലപ്പഴക്കം കൊണ്ട് പത്രോസിനുണ്ടായ മാറ്റം, കാലപ്പഴക്കം കൊണ്ട് തോമസിനുണ്ടായ മാറ്റം, കാലപ്പഴക്കം കൊണ്ട് യോഹന്നാനും യാക്കോബിനുണ്ടായ മാറ്റം. ദ വാക്ക് വിത്ത് ജീസസ് ട്രാൻസ്ഫോം ദം. യേശുവിൻ്റെ കൂടെ നടന്നപ്പോൾ അവർക്ക് രൂപാന്തരമുണ്ടായി. ഇന്ന് രാത്രി 50 വർഷമായി കർത്താവിനെ സേവിച്ചിട്ട് 27 വർഷമായി പ്രസംഗിച്ചിട്ട് എനിക്ക് മാനസാന്തരം മാറ്റമുണ്ടായില്ലെങ്കിൽ എൻ്റെ ആത്മീയമല്ല. എല്ലാവരും അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് റെഡിയായിരിക്കും. 3 വാക്യം വായിച്ച്, ദൈവവചനം വായിക്കുന്നതിന് മുമ്പ്, എക്സ്പെഷ്യലി ചിൽഡ്രൻ ലിസൺ ടു മീ വെരി കെയർഫുള്ളി, കുഞ്ഞുങ്ങളെല്ലാം 3 പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് വേണം ബൈബിൾ തുറക്കാൻ വേണ്ടി. ഹല്ലേലൂയ. 10 വരെയല്ലേ സമയം, നിർത്തിക്കോളാം. അതിൽ കൂടുതൽ വേണമെങ്കിൽ കൈ വയ്ക്കാൻ മതി. പണ്ടിങ്ങനെ ഈ ജോർജ് വെർവർ എന്നും പറഞ്ഞ മോബിലൈസേഷൻ്റെ സ്ഥാപകനുണ്ട്. പുള്ളിയാണ് ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഫണ്ട് റൈസർ. എവിടെങ്കിലും പോയാൽ നിങ്ങളുടെ കയ്യിരിക്കുന്ന കാശ് പുള്ളിയുടെ പോക്കറ്റ് വരും. അത്രയ്ക്ക് ഫണ്ട് റൈസർ. ഇന്നും പലരും അങ്ങനെയൊക്കെ ഉണ്ട്. സ്തോത്രം. എത്ര പേര് പിഴിഞ്ഞാലും കിട്ടാത്ത നാരങ്ങ ഒന്നുകൂടെ പിഴിഞ്ഞ് 1 ഗ്ലാസ് വെള്ളം എടുക്കുന്നവരൊക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെ പിഴിയുന്നവരുണ്ട്. അപ്പം അങ്ങനെ ജോർജ് വെർവർ, അപ്പോൾ ജോർജ് വെർവറിന് എവിടെങ്കിലും സമയം കൊടുത്താൽ പുള്ളി നിർത്തത്തില്ല. പുള്ളിക്ക് ഈ ആവേശം മൂത്തിട്ട് ഡൂലോസും ലോഗോസും ഒക്കെ കാര്യം പറഞ്ഞ് പുള്ളി ഇങ്ങനെ പ്രസംഗം നീട്ടിക്കൊണ്ട് പോകും. അതാ ഫണ്ട് റൈസാണ്. അപ്പം പുറകെ ഇരുന്ന ഒരു സഹോദരൻ കൈ പൊക്കി വാച്ച് കാണിച്ചു, സമയം. അപ്പോൾ പുള്ളി പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, വാച്ച് വരെ ആൾക്കാർ സ്പോൺസർ ചെയ്യാൻ തുടങ്ങിയെന്ന് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ കൈ പൊക്കിയാൽ എന്നെ തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യരുത്. സമയമായെങ്കിൽ പറഞ്ഞേക്കാം, നിർത്തിയേക്കാം. ഇവിടെ നോക്കുക, വചനം വായിക്കുന്നതിന് മുമ്പ് 3 പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കണം. 119 സങ്കീർത്തനം 18 വാക്യം. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന്. എത്ര വിദ്യ BTHO MDHO PhDയോ ചേർത്ത് വെക്കുവാൻ റൈറ്റോ റവറൻഡ് ഡോക്ടർ എന്തെങ്കിലും ഉണ്ടായിരിക്കട്ടെ, വചനം തുറക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചോണം. തിരുവചനത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ. വിശുദ്ധ തിരുവചനത്തിന്റെ വരികൾക്കിടയിൽ മറഞ്ഞു കിടക്കുന്ന ക്രിയാത്മകമായ ക്രിയേറ്റീവായിട്ടുള്ള അത്ഭുതങ്ങൾ കാണുവാൻ, ഇന്നും സൃഷ്ടിക്കുന്ന, മെനയുന്ന, മെടയുന്ന, മാറ്റുന്ന അത്ഭുതം കാണുവാൻ എൻ്റെ കണ്ണുകളെ തുറക്കണം. 40 സങ്കീർത്തനം 6 വാക്യം. നീ എൻ്റെ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. കർത്താവെ, വചനം കേൾക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? എൻ്റെ ചെവി ഒന്ന് തുറക്കണം. അത് ഞാൻ പറയാം. 3-ാമത്തത് സ്തോത്രം, ലൂക്കോസ് 24:45. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് ദൈവം അവരുടെ ബുദ്ധിയെ തുറന്നു. ദൈവമക്കളെ, ഈ ലോകത്തിന്റെ PhD കൊണ്ട് ബൈബിൾ മനസ്സിലാകത്തില്ല. മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തന്മാർക്ക് വചനത്തിന്റെ വെളിപ്പാടുകൾ മഞ്ഞു പെയ്യുന്ന പോലെ ദൈവം അവരുടെ ചെവിയിൽ കോറിയിട്ട് കൊടുക്കും. ഇന്ന് രാത്രി പ്രാർത്ഥന, ഓപ്പൺ മൈ അണ്ടർസ്റ്റാൻഡിങ്. കർത്താവെ, തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാൻ ഞങ്ങളുടെ ബുദ്ധിയെ തുറക്കണേ. 2-ാം ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. എൻ്റെ ചെവി തുറക്കണം. അതാ ആദ്യമേ പറഞ്ഞത്. ജീവിതയാത്രയിൽ ദൈവശബ്ദം 1 പ്രാവശ്യമെങ്കിലും കേൾക്കണം. 1991 മെയ് മാസം 8-ാം തീയതി ഹല്ലേലൂയ, ജോലി രാജിവെച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങാൻ എനിക്ക് നിദാനമായി തീർന്നത്, ഹല്ലേലൂയ, ഞാൻ യാത്ര ചെയ്യുന്ന ട്രെയിനകത്ത് എൻ്റെ ചെവിക്കകത്ത് കേട്ട ദൈവശബ്ദമായിരുന്നു. ഹല്ലേലൂയ. മെക്കാനിക്കൽ എഞ്ചിനീയറായി ജോലി ചെയ്യുമ്പോൾ സ്തോത്രം, പരിശുദ്ധാത്മാവ്, എൻ്റെ പിതാവ് എന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് നേർന്നതാ. ദൈവവേല ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കൊണ്ട് ഓടി യോനയെ പോലെ പഠിക്കാൻ പോയതാണ്. അതിൽ പല്ല് കേമനായി വരുമ്പോഴാണ് സ്വർഗം എൻ്റെ ചെവിക്കകത്ത് ശബ്ദം തന്നത്. വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 4-ാം വാക്യം. യങ് ചിൽഡ്രൻ ആസ്കിംഗ് ഫോർ ദ ബ്രെഡ് ആൻഡ് നോ വൺ ബ്രേക്കത്ത് അണ്ടു ദം. പൈതങ്ങൾ അപ്പം ചോദിക്കുന്നു, ആരും നുറുക്കി കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ പരിശുദ്ധാത്മ ഇടപെടാൻ തുടങ്ങി. കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ ഭാഷയിൽ ദൈവവചനം നുറുക്കി കൊടുക്കുവാൻ വേണ്ടി 1991 മെയ് മാസം 8-ാം തീയതി ആരംഭിച്ച സുവിശേഷ യാത്ര ഇന്ന് വരെ നടത്തിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വചനം മനസ്സിലാകുന്ന ഭാഷയിൽ നുറുക്കി കൊടുക്കുവാൻ, ഹല്ലേലൂയ, അണ്ണാക്കോട് പറ്റിയിരിക്കുന്ന വഴിവക്കിൽ തെരുക്കളിൽ ഭക്ഷിച്ച് കിടന്നവർ കുപ്പ തേടി നടക്കുമ്പോൾ അതിനകത്ത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുവാൻ പരിശുദ്ധാത്മനെ വിളിച്ചു. അന്ന് കേട്ട വചനമായതുകൊണ്ടാണ് ജീവിതയാത്രയിൽ എന്നെ അറിയാവുന്നവർക്കറിയാം, കയ്പ് ഇനിയും പ്രസംഗിക്കത്തില്ലെന്ന് ലോകം മുഴുവൻ വിളിച്ചു പറഞ്ഞതിൻ്റെ പിറ്റേ ഞായറാഴ്ച ആത്മാവിൽ പ്രസംഗിപ്പാൻ കർത്താവിനെ ബലപ്പെടുത്തിയത്. കാരണം ഇന്നും എനിക്ക് കേൾക്കാം ആ ശബ്ദത്തിൻ്റെ ചൂട്. ജീവിതയാത്രയിൽ 1 പ്രാവശ്യമെങ്കിലും ദൈവശബ്ദം കേൾക്കണം. പുൽപ്പറ്റിന്ന് കേൾക്കുന്നതല്ലെന്നേ വേദവാക്യമെല്ലാം. അതെ, പ്രസംഗം നല്ലതാ, പക്ഷെ ദൈവവചനം നേരിട്ട് ദൈവശബ്ദം കേൾക്കണം. നിങ്ങളുടെ ജീവിതയാത്രയിൽ അല്പസമയം മുഴങ്കാലിൽ ഇരുന്ന് യു നീഡ് ടു ഹിയർ ദ ഓഡിബിൾ വോയിസ് ഓഫ് ഗോഡ്. കുഞ്ഞുങ്ങളെ, ദൈവത്തിന്റെ ആ ശബ്ദം നിങ്ങളുടെ ചെവിക്കകത്ത് കേൾക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവശബ്ദം കേൾക്കാൻ പറ്റുമെന്ന് കേൾക്കാൻ പറ്റും. ഞാൻ കേട്ടെ, ഈ ലോകത്തിൽ വ്യത്യസ്തമായ എത്രയോ ശബ്ദങ്ങളുണ്ട്. പട്ടി കുരയ്ക്കുന്നതും ഭർത്താവ് വിളിക്കുന്നതും ഒരുപോലെ ആയിരുന്നെങ്കിലോ, ഭാര്യ വിളിക്കുന്നതും അമർന്നതും പശു അമർന്നതും ഒരുപോലെ ആയിരുന്നെങ്കിലോ, കുഞ്ഞുങ്ങൾ കരയുന്നതും കാക്ക കരയുന്നതും ഒരുപോലെ ആയിരുന്നെങ്കിലോ. നോക്കി, ചില വ്യത്യസ്തമായ ശബ്ദം ഉണ്ടാക്കേണ്ട സ്തോത്രം പറഞ്ഞോണം. ഇത്രയും സാധനം ഇവിടെ ഇരിപ്പുണ്ട്. എന്തെല്ലാം പരിപാടി ഇവർ കാണിച്ചു കൂട്ടുന്നറിയാം. ആ ഒരു കൊച്ചു മനുഷ്യൻ 10 പേരിൽ എന്തെല്ലാം വേലകളാ ഇവിടെ കാണിച്ചു കൂട്ടുന്നത്. നമുക്കിതൊക്കെ കണ്ട ഇത് കീ ബോർഡാണെന്നറിയാം, ഇത് പാടാണെന്നറിയാം, ഒക്കെ അറിയാമെന്നല്ലാതെ ഇതൊന്നും തെറ്റിയാൽ നമുക്കൊന്നും
ഒരു ശകല ഋതം തെറ്റിയവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. കാരണം അവർക്ക് അറിയാം ശ്രുതി, താളം, മേളം, കൊഴുപ്പല്ല അവർക്ക് അറിയാം. നമുക്കെല്ലാം കൊട്ടും പാട്ട് വേളം മേളം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കൂട്ടത്തിൽ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കും. അപ്പം വ്യത്യസ്തമായ ശബ്ദം. നാട്ടിലൊക്കെ പിള്ളേർക്ക് ബൈക്ക് പോയാൽ ഏത് ബ്രാൻഡാന്ന് വരെ അറിയാം, സൗണ്ട് കേട്ട് അറിയാവുന്നേ. സയൻസ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ 15,000 വ്യത്യസ്ത ശബ്ദങ്ങൾ തിരിച്ചറിയുന്ന സംവിധാനം. പാതിരാത്രിക്ക് ഒരു ഫോൺ കോള് ഇരുട്ടത്ത് അങ്ങോട്ട് എടുത്ത്, അയ്യോ അറിയാമയല്ലേ, കോളർ ID കണ്ടില്ല, അഡ്രസ്സ് കണ്ടില്ല, പേര് കണ്ടില്ല, വയസ്സറിഞ്ഞില്ല, പക്ഷെ ശബ്ദം കേട്ടപ്പോഴേ അറിഞ്ഞ ആരാന്ന്, മറിയാമയാണ്. അങ്ങനെ ഇനി ആലോചിച്ച് നോക്കിയേ, എത്ര പേരുടെ ശബ്ദം നിങ്ങൾക്ക് അഡ്രസ്സ് നോക്കാതെ അറിയാൻ പറ്റും. ഒരു കാര്യം ഉറപ്പായില്ലേ, നിങ്ങളുടെ ചെവിക്കകത്ത്, ചെവി എന്ന് പറയുന്നത് ഇതല്ലെന്നേ, ഇത് ഈ കണ്ണാടി വെക്കാനുള്ള സാധനമാണ്, അല്ലെങ്കിൽ നാട്ടിൽ സാറുമാർക്ക് തിരിക്കാൻ. ഇതിനകത്താണ് ഇയർ ഡ്രം എന്ന് പറയുന്ന സാധനം, ചെവി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് 15,000 വ്യത്യസ്തമായ ശബ്ദങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. അങ്ങനെയെങ്കിൽ നാട്ടിലുള്ള സകലരുടെ ശബ്ദം നിങ്ങൾക്കറിയാം, വസ്തുക്കളുടെ ശബ്ദം നിങ്ങൾക്കറിയാം, പക്ഷിമൃഗാദികളുടെ ശബ്ദങ്ങൾ, മനുഷ്യരുടെ ശബ്ദങ്ങൾ, ഇൻസ്ട്രുമെന്റ് ശബ്ദങ്ങൾ, അല്ലെങ്കിൽ ഈ വാഹനത്തിന്റെ ശബ്ദങ്ങൾ നിങ്ങൾക്ക് വേർതിരിച്ചറിയാമെങ്കിൽ ദൈവശബ്ദം കേൾക്കുന്ന ഒരു സംവിധാനം ഇതിനകത്തുണ്ട്. ദൈവശബ്ദം കേൾക്കുന്ന ഒരു സിസ്റ്റം ഇതിനകത്തുണ്ടെന്നേ. അത് തിരിച്ചറിയുന്നവർക്കായ സ്തോത്രം. കാലാകാലങ്ങളിൽ ഭക്തന്മാർ തിരിച്ചറിഞ്ഞു. അല്ലല്ലേ, ശമൂവേലേ എന്ന് വിളിച്ചപ്പോൾ അടിയൻ ഇതാ എന്ന് പറഞ്ഞു. അബ്രഹാം എന്ന് വിളിച്ചപ്പോൾ തിരക്കിന് നടുവിൽ എന്നെ തേടി എങ്ങും പോകണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. ഏലിയാവിന് തിരിച്ചറിയാൻ പറ്റി, യെശയ്യാവിന് തിരിച്ചറിയാൻ പറ്റിയെങ്കിൽ ഇന്ന് രാത്രി വചനം കേൾക്കുന്ന സകലരും നിങ്ങളോടുള്ള ദൂത് കേട്ടിരിക്കണം. ദൈവവചന കേൾവി നിങ്ങളുടെ ഹൃദയത്തെ ആനന്ദിപ്പിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു പാട്ടിന്റെ ചില വരികൾ ചേർന്ന് പാടും. നാളെ നമുക്ക് ബാക്കി ഇതിന്റെ ഭാഗങ്ങൾ ചിന്തിക്കണം. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വചന കേൾവി നിങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിക്കട്ടെ. വചന കേൾവി നിങ്ങളെ അനുതാപത്തിലേക്ക് നയിക്കട്ടെ. വചനം കേൾക്കുന്ന ഭക്തൻ പറയുന്ന ഒരു പദമുണ്ട്, ലോകം എന്നിലുള്ള നിന്നിലുള്ള വെള്ളി പൊന്നിവ എടുക്കുകിൽ. ലോഭമായി ജീവിക്കേണ്ടി വരേണ്ട ഒരു കാലഘട്ടമുണ്ട്. ജോലി പോയേക്കാം, വീടും നാടും കൂടും വിട്ട് ഓടേണ്ടി വന്നേക്കാം, ദേഹം ക്ഷയിച്ചു പോകേണ്ടി വന്നേക്കാം. പക്ഷേ ഹല്ലേലൂയ, ഞാൻ ഭയപ്പെടത്തില്ല. യൗവന ദശ കഴിഞ്ഞു വാർദ്ധക്യം വന്നിടും, ജീവിത ഭാരത്താൽ കുനിഞ്ഞിടും തലകളല്ല, നടക്കുവാൻ പറ്റാത്ത പോലെ നട്ടലുപോലെ വളഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോഴും എന്നെ കൈവിടാത്തൊരു ദൈവമുണ്ട്. വെക്കുക നിൻ ഭാരം അവൻ പാദത്തിൽ. എല്ലാവരും ദൈവത്തിന് എഴുന്നേറ്റ് നിന്ന് ദൈവദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി ആ പാട്ടിന്റെ ചില വരികൾ ചേർന്ന് പാടും. കരമടിച്ചോ കരമുയർത്തിയോ സൗമ്യതയോടോ പാടി കർത്താവിനെ വാഴ്ത്താം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.